വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞാനൊരു ഡെസ്ക് മേക്ക് ഓവറാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. ആ വീട് കിട്ടുന്നില്ല ഗൈസ്. അപ്പം ടേബിൾ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ടേബിള് ഇവിടെ ആയിരുന്നു വെച്ചത്, ഇത് ഇവിടെ ആയിരുന്നു വെച്ചത്. അപ്പോൾ കൂടിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആമി വന്നിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഒക്കെ മാറ്റാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ടേബിളിലത്തെ ഇതൊക്കെ ഒരു സ്ഥലത്ത് വയ്ക്കണം. പിന്നെ ഇത് ഗൈസ്, ഇതാണ് ഒരു സീക്രട്ട് പെട്ടി. അങ്ങനെ നല്ല സീക്രട്ടായിട്ട് എനിക്ക് എന്തെങ്കിലും കണ്ണിൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഞാൻ അതിൽ കൊണ്ടുപോയിടും. ഡയമണ്ട് ഒക്കെ ഞാൻ അതിൽ കൊണ്ടുപോയിടും. അനിയത്തിക്ക് എന്തെങ്കിലും കൊടുത്താൽ അവളെങ്ങോട്ടെങ്കിലും ഇവിടെ ഇടും, എവിടെയെങ്കിലും ഇവിടെ വയ്ക്കല ഗൈസ്. എനിക്ക് പെട്ടിനോട് ഭയങ്കര ഒരു താല്പര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ പെട്ടിയിൽ പറഞ്ഞാൽ ഇപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. ഈ പെട്ടിയൊക്കെ തുറന്ന് കാണിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു വേറെ പെട്ടിയും പിന്നെ ഈ കളർ പെന്നില്ലേ അതും. ഇതൊക്കെ ഞാൻ ആ പെന്ന് ഞാൻ മറ്റേ എന്താ പറയുക, സ്കൂളിൽ തുറക്കുമ്പോൾ കൊണ്ടുപോകും. പിന്നെ ഇത് പാർട്ടി പേപ്പറാണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ ഞാൻ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതായിരുന്നു, പക്ഷെ ബർത്ത്ഡേക്ക് പൊട്ടിച്ചില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേസ്റ്റൊക്കെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഗൈസ്. ഈ പെട്ടി, ആ പെട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാം. മറ്റേ ഇതിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് റീലായിട്ട് ഇടണ്ട്, ഷോർട്ട് വീഡിയോ. അപ്പം ഇവിടെ ഇത് ഞാൻ ഇങ്ങനെ കണ്ടൊരു പെട്ടിയാണ്, മൊബൈലിൻ്റെ പെട്ടി. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പെൻസിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെൻസിലൊക്കെ ഞാൻ അതിൽ വയ്ക്കുകയാണ്. ഇതിൽ കുറച്ച് ചോക്കുണ്ട് കേട്ടോ ഗൈസ്, അത് നമുക്കിതിൽ വയ്ക്കല്ലേ. ഇതിൻ്റെ അനിയത്തിൻ്റെ കിങ്ങിണി ഇങ്ങോട്ട് വാ, എൻ്റെ ചോക്ക് കൊണ്ടുപോ, എൻ്റെ ചോക്ക അങ്ങോട്ട് വാ. ഇതെൻ്റെ ചോക്കയാണ്, എൻ്റെ ചോക്കല്ല. വായിൽ പോലെ. അപ്പോൾ ഗൈസ് എൻ്റെ അനിയത്തിക്ക് ഞാൻ ചോക്ക കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് റബ്ബറിന് കിട്ടിയതാണ്, ഒരു കുടിയിരിക്കലിന് പോയപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഞാൻ ഇത് വർദ്ധന എന്തൊക്കെ കാട്ടി ചെയ്തതാട്ടോ. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ, മറ്റേ സ്കൂൾ തുറക്കുമ്പോൾ ബുക്കിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ്, അമ്മ വാങ്ങി തന്നതാണ്. ഇത് ഞാനൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഏതൊരു വീഡിയോയിൽ. അപ്പം ഇനി നമുക്ക് ഇടാനുള്ളത് ഇതാണ് റൈസർ. ബാക്ക് ടു സ്കൂളിന് മൊത്തം ഇതിലാണ് ഇടാൻ പോകുന്നത്. പിന്നെ വേറെ ഇതും ഗൈസ് ഞങ്ങൾക്ക് ഒരാൾ ഗൾഫിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിലും 3 പെൻസിൽ, ഒരു പെന്ന്, പിന്നെ കട്ടറുണ്ട്. അത് നമുക്കെടുത്ത് വയ്ക്കാം. പിന്നെ അത് എന്തൊക്കെ സ്പ്രേകൾ എന്തൊക്കെ ആണ് കേട്ടോ ഗൈസ്. ഞാൻ ഇതിൽ വയ്ക്കാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെൻസിൽ ഇതാണ്. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ്. ഈ 3 പെൻസിലും ഈ പെന്നായി കൊണ്ടുവന്നതാണ് എനിക്കറിയില്ല. അപ്പം നമ്മൾ പെൻസിലും പെന്നും ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ ബാക്ക് ടു സ്കൂളിൻ്റെ ഷോപ്പിംഗ് ഞാൻ ഇടാൻ പോകുന്നുണ്ട്. ഈ റൈസർ ഇനി വാങ്ങേണ്ട ആവശ്യമില്ല, പെൻസിലും വാങ്ങണ്ട. ഈ പെൻസിൽ വാങ്ങുന്നില്ല, 7ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. 2 റൈസറുണ്ട്.
കണ്ട്. പിന്നെ 2 കട്ടറുണ്ട്. കട്ടർ ഞാൻ അധികം ഉപയോഗിക്കാറില്ല, ഞാൻ കട്ടർ എടുക്കാറില്ല ഗൈസ്. അപ്പോൾ ഞാനങ്ങനെ എന്നിട്ടിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഈ ബുക്സൊക്കെ മാറ്റി വെക്കണം. അതൊക്കെ എൻ്റെ അനിയത്തിൻ്റെ ടേബിളിൽ തട്ടാൻ പോവാണ് കേട്ടോ ഗൈസ്. ഈ A4 പേപ്പറൊക്കെ ഞാൻ ഒഴിവാക്കണം. പക്ഷേ ഈ ഇംഗ്ലീഷ് ബുക്ക് ഞാൻ മാറ്റില്ല. ഇത് തമ്പലിൻ്റെ ഇംഗ്ലീഷ് ബുക്കാണ്, ഞാൻ മാറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ അനിയത്തിൻ്റെ ടേബിളിൽ പോയി തട്ടാം. തരും, ഒന്ന് മാറി തരുമോ? മാറി മാറി മാറി. അപ്പോൾ ഗൈസ് ഓൺലൈനിൽ ഓൾറെഡി ഒന്നുണ്ടായിരുന്നു, അത് നേരെ വയ്ക്കുക. പിന്നെ ഇവിടെ എൻ്റെ അമ്മൻ്റെ ബുക്സാണ് കേട്ടോ, അമ്മ വായിക്കണം. ഇതാണ് അവളെ ടേബിൾ കേട്ടോ. അവളെ ടേബിൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവളെ ടേബിൾ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ അവിടെ ആക്കി, ഇവിടുത്തെ എന്തൊക്കെ ആക്കി. അപ്പം ഞാൻ പെട്ടിൻ്റെത് ഉദ്ദേശിക്കുന്ന ഇവിടെ നിന്നോട്ടെ എന്നാണ്. കാരണം എന്തെങ്കിലും ആവശ്യം വരും, ഇവിടുന്ന് വേറെ സ്പേസ് ഇല്ല. ഇതിൽ തുറക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു ചരിത്രം തന്നെയാവും. ഇതിൽ എന്തൊക്കെയൊക്കെ മറ്റേ ക്രീമില്ലേ, അങ്ങനെ എന്തോ ആണ്, ക്രീമിൻ്റെ പേരൊക്കെ ഓർമ്മയില്ല. പിന്നെ ഇവിടെ ഒരു വലിയ പെട്ടിൻ്റെ ഇതിനൊക്കെ എന്തേന്നു ബർത്ത്ഡേക്ക് കിട്ടിയാണ്. പിന്നെ ഇവിടെ അച്ചാർ, ന്യൂട്ടല്ല, പിന്നെ അതെന്താ പീനട്ട് ബട്ടർ, പിന്നെ ഇത് തലേ തേക്കുന്ന എന്തോ സാധനം, അത് രണ്ടും. ഇത് ജാമ്, ഹണി, 2 ഹണി ഉണ്ട്. ഇവിടെ കാഷ്യൂവാവി അങ്ങനെ എന്തോ എനിക്കറിയില്ല. ഇത് പറഞ്ഞാൽ ഞാൻ മറ്റേ കണ്ണിമാങ്ങ സുർക്കയിലിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സുർക്കയാണ് കേട്ടോ ഗൈസ് ഇത്. അത് കറുത്ത് പോയതെന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞ് കണ്ണിമാങ്ങ സുർക്കയിലിട്ടാൽ അതിൻ്റെ സുർക്ക ഇങ്ങനെ ആവട്ടെ ഗൈസ്. അതുകൊണ്ട് വേറൊന്നുമല്ല, ആരെന്തോ വിഷം കൽപ്പിച്ചതൊന്നുമില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ മിക്സറാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ബോക്സ്, പഴയ ബോക്സ്, 5ത്തേതാണിത്. ഇതിൻ്റെ അനിയത്തിൻ്റെ LKG. ഇപ്പോൾ ഇനി 1ക്കാണ് കേട്ടോ. ഇപ്പോൾ UKG-യിലാണ്, ഇനി 1ക്ക്. ഇതിൻ്റെ 5ത്തേതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അമ്മേൻ്റെതാണ്, 6ത്തെ തന്നെയാണ്. ഇത് 6ത്തെ. ഇതെൻ്റെ അച്ഛൻ്റെ കാർഡാണ്, ബാങ്കിൻ്റെ. അതൊന്നും എനിക്കറിയില്ല, അതിനോട് ചോദിക്കരുത് പ്ലീസ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലൊരു ശബ്ദം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അതിന് ഞാൻ തിരിച്ചും ശബ്ദം ഉണ്ടാക്കി ചീത്ത പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയത്തി ആമിനെ പേടിപ്പിച്ച് ഇതിന് പറഞ്ഞിട്ട്. ഇത് പറഞ്ഞാൽ എന്തോ ഇതാണ്, മറ്റേ നൂലോ കയറൊന്നല്ല, അത് ഗിഫ്റ്റാണ് കേട്ടോ ഗൈസ്. വേദ തന്നത് തന്നെയാണ്. എനിക്ക് ഇവിടുന്ന് മാറ്റണം എന്നില്ലാന്ന് തോന്നുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പേപ്പർ കവറാണ് കേട്ടോ മൊത്തം. 1 2 3 4 5 5 ഉണ്ട്. 4 കേട്ടോ ഗൈസ് ഉള്ളത്. പിന്നെ ഇത് ബുക്ക് പോയിരുന്ന കവറ്, ഇത് തലയിൽ സ്വിമ്മിങ് പൂളിൽ പോകുമ്പോൾ തലയിൽ വയ്ക്കുന്ന സാധനം. ഇത് പിന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ്. ഇവിടെ കുറേ കളർ. ഇതെന്ന് പറഞ്ഞാൽ അതിലെൻ്റെ കുറേ മെമ്മറി ആയിട്ടുള്ള സീക്രട്ട് സാധനങ്ങളൊക്കെയാണ്. വേസ്റ്റ് ബക്കറ്റ് നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒന്നും ക്ലീൻ ചെയ്യണ്ട, ഇവിടെ ഉള്ളതൊക്കെയാണ് മാറ്റേണ്ടതെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഇവിടെ നോട്ട് വയ്ക്കും, ഇവിടെ എൻ്റെ ടെക്സ്റ്റും വെക്കും. വേറെ ഇവിടുത്തതൊന്നും ഞാൻ മാറ്റണ്ടല്ലോ ഗൈസ്, എനിക്കറിയില്ല. ഇതേതായാലും ഇവിടെ വയ്ക്കണ്ട, നമുക്ക് ഇവിടെ വയ്ക്കാം. നടന്നോട്ടെ.
ഇനി എന്തിട്ടൊരു ബോക്സ് യൂണിക്കോണിൻ്റെ ബോക്സ്. എങ്ങനെ ഇങ്ങോട്ട് വാ ഗൈസ്. എല്ലാം ഡയറ്റിൻ്റെ ഇവിടെ വെച്ചതാണ് കേട്ടോ. അത് കൊണ്ടുപോയിക്കോ. അപ്പോൾ നമ്മൾ അത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൾക്ക് കൊടുക്കണം. അവൾ ഓടി വരുമ്പോഴേക്ക് സമയം 1/2 മണിക്കൂർ എടുക്കും. ഇതിൻ്റെ ബുക്കാണ്. ഒക്കെ അവിടെ നിന്നോട്ടെ. എനിക്കിതൊന്നും തുറന്ന് കാണിക്കാൻ അധികം ഇഷ്ടമല്ല ഗൈസ്. എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇത് ഡയറി ഇത് ഇവിടെ വെക്കണം. വെച്ചേ പറ്റൂ. ഇങ്ങനെ വെക്കാൻ പറ്റൂല ഗൈസ്. അങ്ങനെ കഴിയില്ല. അപ്പം നമുക്ക് ഈ പെട്ടികളൊന്നും ഇവിടുന്ന് മാറ്റണ്ട. കാരണം ഈ പെട്ടി വേറെ എവിടെ വെക്കാനും പറ്റൂല. വേറെ എവിടെയെങ്കിൽ വെച്ചിൻ്റെ അമ്മക്കല്ലോ തന്നെ. ഇവിടെ വെക്കേണ്ടത് വേറല്ലേ. ഇവിടെ വെച്ചാൽ കുഴപ്പമില്ലല്ലേ. കിങ്ങണേ ഗൈസ്, ഞാൻ ഡയറി ഇവിടെ വെച്ചിട്ടുണ്ട്. ബോറില്ലാന്ന് തോന്നുന്നു. കിങ്ങണേ ഗൈസ്, ഓളെ ഇടയ്ക്ക് ചിരിക്കുമ്പോഴേക്ക് ദേഷ്യം വരട്ടെ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് സ്ലൈഡൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്താ അറിയില്ല, നമുക്ക് തലയിൽ കുത്താം. ഇപ്പം ഞാൻ കുത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നോട്ടെ. ഇതിക്ക് ആവശ്യമുണ്ട്. കാരണം ഇതിലാണ് ഞാനെൻ്റെ എന്തെങ്കിലും ടെസ്റ്റ് ഹിന്ദി ടെസ്റ്റ് ഇല്ലേ, അതിനൊക്കെ ഞാൻ ഇതിലാണ് വയ്ക്കുന്നത്. ഇത് ഹിന്ദി കണ്ടില്ല നിങ്ങൾ. ഹിന്ദീൻ്റെ ഇത് മാത്രമുള്ളൂ എൻ്റെ അടുത്തുള്ള ഇത് പരീക്ഷ പേപ്പർ. പിന്നെ ഹിന്ദീൻ്റെ ഇത് ടെസ്റ്റ് ഉണ്ടാവില്ലേ, അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇനിയുണ്ട് കേട്ടോ ടെസ്റ്റ് ചെയ്തത്. ഒക്കെ വേറെ ഏതോ ബുക്കിലാണ്. ഇങ്ങനത്തെ ബുക്കിലാണ് ഞാൻ അധികം വയ്ക്കാറുള്ളത്. ഇതിലെവിടെയൊക്കെ ആണ് വെറുതെ ചെയ്ത് വെച്ചത്. അപ്പോൾ ഹിന്ദി ടെസ്റ്റിന് ഇത് ഇവിടെ തന്നെ വയ്ക്കണം. ഈ ബുക്ക് ജേണൽ ചെയ്തതാണ്. ഇതൊക്കെ എന്തോ ചിക്കൻ ബോക്സ് പിടിച്ച അതിലാണ് ഞാൻ ചെയ്തിച്ച്. അന്ന് നോക്കണ്ട, ഇവിടുത്തതാണ് ഞാൻ റിയലായിട്ട് ചെയ്തത്. ഇതൊക്കെ ഉണങ്ങി പിടിച്ച വയസ്സ് ഇത് കറുത്തുണ്ട്. ഈ പൂ കണ്ടോ, ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരപ്പം. ഇതാണ് ഉണങ്ങിയ ചെടി. ആ പൂവ് ഇവിടെ പോയാണ് ഗൈസ്. ഒക്കെ കരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആ കരിഞ്ഞ ഇലകളാണിത്. ഇപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഒരു തിക്നെസ്സായി നിൽക്കുന്നത്. പക്ഷെ നല്ല തണുത്ത ഇതാണ് ഗൈസ്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞങ്ങൾ റോഡ് നന്നാക്കിയിട്ടുണ്ട്. ഇനി ആയിക്കൂടെ തുള്ളിച്ചാടി നടക്കാം. പക്ഷേ അതുവരെ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വരെ ചെയ്തിട്ടുള്ളൂ. വെള്ള കളർ പാൽ ഒഴുകണ മാതിരി ഉണ്ട്. ഞാൻ ക്യാമറയിൽ അങ്ങനെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും പുറത്ത് നിന്ന് സമയം കളയണ്ട, നമുക്ക് അവളിലേക്ക് പോകാം. അപ്പം ജേണലിലെ ബുക്ക് ഞാൻ ഇവിടെ തന്നെ വയ്ക്കേണ്ടി വരും. താഴെ തന്നെ വയ്ക്കേണ്ടി വരും. ഇത് ഞാൻ എൻ്റെ ആൻറ്റിൻ്റെ റൂമിൽ വയ്ക്കാം. അവിടെ ഷെൽഫുണ്ട്. ഇത് ഞാൻ പിന്നെ പറയണ്ടല്ലോ, ഇവിടെ തന്നെ വെച്ചാൽ മതി. എനിക്കൊന്നും അറിയില്ല കാര്യങ്ങൾ. ഞാൻ എന്തൊക്കെ കാണിക്കും. പിന്നെ അതൊക്കെ പിന്നെ കാണിച്ചു. പിന്നെ കുറച്ച് A4കളുണ്ട്. ഇങ്ങനെയാ A4 ഞാൻ ആളെല്ലാം കുറച്ച് അനാവശ്യമായിട്ടുള്ളതാണ് ഇതൊക്കെ. എന്തിനങ്ങോട്ട് പോണത്? പിന്നെ കുറച്ച് ഗ്ലാസ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ എടുത്തതാണ് ഗൈസ്. അപ്പം നമുക്ക് നിന്ന് സമയം കളയണ്ട.
അപ്പം ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം ഗൈസ്. ഫ്ലാഷ് പോയിട്ടുണ്ട്, ചാർജ് ഇല്ലാന്ന് തോന്നുന്നു. ചാർജ് 16 ആയിട്ടുണ്ട് ഗൈസ്. സോറി ഗൈസ്, ക്ഷമിക്കണം. അപ്പം ഇവിടെ ആണെങ്കിൽ ലൈറ്റും ഇല്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഈ വാതിലിങ്ങനെ തുറന്നിട്ടത്. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ വെക്കണം. ക്ലിയർ അല്ലേ? ഇത് ക്യാൻഡിലാണ് കേട്ടോ ഗൈസ്, ക്യാൻഡിൽ. ഇത് പിന്നെ ഇതെന്തെങ്കിലും ചാനൽ ചെയ്യുമ്പോൾ എടുക്കാം. ക്ലിയർ. ഇത് ഞാൻ എൻ്റെ ഫ്ലോപ്പായി പോയതാണ്. ഇതിൽ വേറൊന്നും കൂടി എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത് വെച്ചതാണ്. ഫ്ലോപ്പായിട്ടുണ്ട് ഗൈസ്, കണ്ടാൽ മനസ്സിലാവും. ഇത് ഞാൻ എൻ്റെ 4ന് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. ഇത് സഞ്ജയിക, അതാണ്. പിന്നെ ഇവിടെ എന്തൊക്കെ പൊടികളുണ്ട് ഗൈസ്, പൗഡറാ. നമുക്ക് ക്ലീൻ ആക്കാം. നമ്മൾ ഈ അടിയിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തുടച്ച് പോയാൽ മതിയല്ലോ. തുടയ്ക്കേണ്ടതൊക്കെ ഞാനെന്നെ ചെയ്യേണ്ടി വരും. അത് 2 കൈ കൊണ്ട് ചെയ്യേണ്ടി വരും. ക്യാമറ ഒരു കയ്യിലാണ് ഞാൻ പിടിച്ചത്, അപ്പോൾ എനിക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ടാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് ബുക്ക് ആൻറ്റിൻ്റെ റൂമിലേക്ക് വെക്കാം. അയ്യോ, ഇതൊക്കെ ഇട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇവിടുത്തെ പൊടിയൊക്കെ തട്ടാൻ ലാസ്റ്റാണ് തട്ടുന്നത്. നമ്മൾ ഇതിൽ നിറഞ്ഞിട്ടാണ് ഞാൻ വേസ്റ്റിൽ ഇടുന്നത്. പക്ഷെ അതിൽ നിറഞ്ഞിട്ടില്ല ശരിക്കും. ഇനി നിറയാൻ പോകുകയാണെങ്കിലോ, അതുകൊണ്ടാണ് ഇവിടെ വെച്ചത്. അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്നാണ് തോന്നണത്. ഇതിലൊരു ഗ്യാപ്പ് ഇട്ടതാണ്. ഇവിടെ ടെക്സ്റ്റാണ്, വലിയ ടെക്സ്റ്റാണ് ഗൈസ്. എന്താണ് കോലം കുടിക്കാറില്ല. ഇതിലത്തെ കുറച്ച് സാധനങ്ങൾ മാറ്റണം. നമ്മൾ നമ്മളല്ല, ഞാൻ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്. ഞാൻ ബ്ലൂടൂത്ത് മുമ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉയരം വേണമല്ലേ ഗൈസ്. ഗ്ലാസ്സിനോട് എന്തെങ്കിലും ഉപകാരം വേണ്ടേ, അതുകൊണ്ട് വെച്ചതാണ്. അപ്പം നമുക്ക് ഈ പെട്ടിയിൽ ഞാൻ ഇവിടെ എല്ലാതും പെട്ടിയാണ് ഗൈസ്. പെട്ടിയിൽ വലിയ ആനക്കാര്യൊന്നും ഇല്ലയെന്നുള്ളൂ. ഒരു പെന്ന്, പിന്നെ ഇത് വരച്ചാൽ കാണാത്തത്, പിന്നെ ഇതിൻ്റെ ലൈറ്റ് കത്തിച്ചാലേ കാണുള്ളൂ. ഞാൻ കാണിച്ചു തരേണ്ടി വരും. കാണുന്നില്ല ഗൈസ്. എവിടെ പോയി? ലൈറ്റിൽ കത്തിക്കുമ്പോൾ കാണുള്ളൂ. അതാണ് ഈ പെന്നിൻ്റെ പ്രത്യേകത. ഇതിൽ ഇങ്ങനെ ഉണ്ടല്ലേ, ഇതിൽ വയ്ക്കാം. ഇനി വെക്കാനുണ്ട്. ഇങ്ങോട്ട് വാ. ഈ സ്കെച്ചും വെക്കാം. ഒരബദ്ധം പറ്റിപ്പോയതാണ് ഗൈസ്. ചിരിക്ക ഗൈസ്. നമുക്കിത് വേണ്ട, കൈ തന്നെ മതി, അതിന് ധാരാളം. ഫോൺ പൊട്ടിയില്ലല്ലോ, പൊട്ടിയിട്ടൊന്നുമില്ല ഗൈസ്.
അത് ക്ഷമിക്കുക ഗൈസ്. എൻ്റെ അനിയത്തിൻ്റെ പാവൻ്റെ നേരത്തെ ഞാൻ ഇവിടുന്ന് എടുത്തില്ലേന്ന്, അതിൻ്റെ കൈയാണ്. ഞാൻ എടുത്തില്ല, പോയിക്കോട്ടെ ഗൈസ്. അവളെടുത്തെന്ന് വിചാരിച്ചോളാം. ഇതിൻ്റെ വയസ്സന്മാരൊക്കെ കൈ പിടിക്കില്ല ഗൈസ്. ഒരു നമ്പർ എഴുതിയിട്ട് അങ്ങനെ ഞാൻ വെച്ചതാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ പുറത്ത് വേറെ ഒന്നുണ്ട്. ഇത് 5 വാങ്ങിയതാണ്. ഇത് ഞാൻ അധികം ആർക്കൊന്നും കാണിച്ചെടുത്തില്ല, അതുകൊണ്ട് വേണ്ട. എൻ്റെ മുഖം കാണിച്ചില്ല, പോയിക്കോ. അവളൊരു കുറച്ച് ഓവറാക്കലാണ്, നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. ഇത് നമുക്ക് പെട്ടിൻ്റെ സെക്ഷനിൽ വയ്ക്കാം. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഞാൻ വയ്ക്കാം. ഇതൊക്കെ ഞാൻ വേറെ എന്തില്ലെങ്കിലും വയ്ക്കാം, വേറെ പെട്ടിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇത് ഇടുന്നോട്ടല്ലേ, എന്തെങ്കിലും ഇട്ട് വെക്കാനാണെങ്കിൽ. ഞാൻ മറ്റേ സ്ലൈം ഇതിലാക്കിയിട്ട് ഇങ്ങനെ നെക്കി കളിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ വേറെ ഇതിൽ കുറച്ച് ഓവറായിട്ടുള്ളത് മാറിയുണ്ട്, കണ്ടില്ലേ. ഇനിയും കുറച്ച് അധികം പെന്നും പെൻസിലും സ്കൂൾ തുറന്നാൽ അവിടെ ആകെ അലങ്കോലാവും. പ്രത്യേകിച്ചിൻ്റെ ഇത് റീഡിങ് ടേബിൾ ഗൈസ്. ഇത് സോക്സിൻ്റെതാണ്. തൽക്കാലം ഇവിടെ വയ്ക്കാം. വലുത് കിട്ടണം നമുക്ക്. ഈ ബ്ലൂ എന്നുള്ളത് എടുക്കാം. ഒറ്റക്കൈ എന്താ ചെയ്യണത്. ഇത് ഇതിൽ വയ്ക്കാം. ഇതൊക്കെ എന്തൊക്കെയാണ്, നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം എടുത്താൽ മതി. കുറച്ച് ഓവറായിട്ടുള്ളതൊക്കെ മാറ്റി വെക്കാം. ഇത് നമ്മൾ ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തൊക്കെ ഓവറായിട്ടുള്ള പോയിട്ടുണ്ട്. ഇതിവിടെ എങ്ങനെ വയ്ക്കണം, വേണ്ടല്ലേ, നമുക്കിങ്ങനെ തന്നെ വെച്ചാൽ. പിന്നെ ഇത് ഹൈലൈറ്ററാണ് ഗൈസ്. ഈ പഞ്ഞി മാറ്റണം ഗൈസ്, അല്ലെങ്കിൽ ഞാൻ വേസ്റ്റ് ബക്കറ്റിൽ തന്നെ വയ്ക്കാം. ഗൈസ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വേസ്റ്റിൽ വയ്ക്കണം, ഇതൊക്കെ ഒഴിവാക്കണം കേട്ടോ ഗൈസ്. ഇതൊരു ഒറ്റ കളറേ ഉള്ളൂ. എൻ്റെ അനിയത്തിൻ്റെ ഉണ്ടാക്കി ഇതൊരു പാവ. എൻ്റെ അനിയത്തിയൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഇവിടെ വെച്ച എന്തൊക്കെയോ കുത്തി തിരികെ വെച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ബ്ലൂവിൽ തന്നെ വെക്കാം. ഇതൊരു സ്പ്രേ കുപ്പിയാണ്, സ്പ്രേ കുപ്പിൻ്റെ ഇതാണ്. നമുക്ക് കുത്തി തിരികെ വയ്ക്കാം, ഇതാ നല്ലത് ഗൈസ്. നല്ല ലോങ്ലി വീഡിയോ ആയിട്ടുണ്ട്. ആ ഫോൺ വീണിട്ട് ഞാൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതൊക്കെ നമുക്ക് എൻ്റെ അച്ഛൻ്റെ എന്തൊക്കെ ഒരു സാധനമാവും, എനിക്കറിയില്ല. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ട ഗൈസ്, നമുക്ക് ഈ പെട്ടി ഒന്ന് കാണിച്ചു തരാം. ഗൈസ് ഒക്കെ ഈ പെട്ടിൻ്റെ ഉള്ളിലൊക്കെ കവർ പോയിട്ടുണ്ട്. അപ്പം ഇനി പറയാനില്ലല്ലോ. ഇത്രയാണത്തെ വീഡിയോ. അടുത്ത വീഡിയോയിലേക്ക് ബൈ ബൈ.